Third semester BSc degree examination November 2022 Complementary Statistics paper ആയിട്ടുള്ള Probability Distribution and Sampling Theory question paper ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം Part A short answer type questions നോക്കാം. First question, if x is a random variable following discrete uniform distribution over the numbers -1, 0 and 1, find the variance of x. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ എക്സ് ആണ്. അപ്പം ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന നമ്മളുടെ റാൻഡം വേരിയബിൾ എത്ര വാല്യൂസാണ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 3 വാല്യൂസാണ് എടുക്കുന്നത്, -1, 0 ആൻഡ് +1. അപ്പോൾ n വാല്യൂസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എഫ് ഓഫ് എക്സ് will be equal to 1/n. ഇപ്പോൾ ഇവിടെ 3 വാല്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് will be equal to 1/3. എക്സ് എടുക്കുന്ന വാല്യൂസ് -1, 0 ആൻഡ് 1. ഇതായിരിക്കും എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ വേരിയൻസ് ആണ് അല്ലേ. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു -1 to +1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് 1/3. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/3 പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. എക്സിനെ -1 മുതൽ +1 വരെ ഈ 3 വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ -1 + 0 + 1. That is equal to -1 + 1 0, 0/3 is 0. അതേമാതിരി നമുക്കിനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു -1 to +1 എക്സ് സ്ക്വയർ ഇൻറ്റു 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം -1 സ്ക്വയർ ദറ്റ് ഇസ് 1 plus 0 square 0 plus 1 square 1 which is equal to 2/3. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും കിട്ടി. therefore variance of x is equal to expectation of x square that is equal to 2/3 minus expectation of x the whole square which is equal to 2/3. variance of x is equal to 2/3. Second question, for 2 independent Poisson random variables, probability of x is equal to 0 is equal to e raised to -3 and probability of y is equal to 0 is equal to e raised to -2. Find probability of x plus y is equal to 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് പോയ്സോൺ റാൻഡം വേരിയബിൾസ് ഉണ്ട്. അവരുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0-ഉം പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0-ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സിന് നമ്മൾ എങ്ങനെ എഴുതുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ദിസ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ പാരാമീറ്റർ ലാംഡയാണെങ്കിൽ നമ്മൾ എഫിനെ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0? ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ വെർ ലാംഡ ഇസ് ദ പാരാമീറ്റർ. അപ്പോൾ അങ്ങനെ അറിയുകയാണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു -3 എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിയർ ദ പാരാമീറ്റർ ലാംഡ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എക്സിൻ്റെ പാരാമീറ്റർ എന്താണ്? 3 ആണ്. ആൻഡ് നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു -2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈൻ്റെ പാരാമീറ്റർ ആയിട്ടുള്ള ലാംഡ, മറ്റൊരു ലാംഡ, ഇപ്പോൾ ലാംഡ1 ആൻസർ ഇത് ലാംഡ2 ആയിരിക്കും. ദറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 റാൻഡം വേരിയബിൾസിൻ്റെയും പാരാമീറ്റർ നമുക്കറിയാം. എക്സിൻ്റെ പാരാമീറ്റർ 3 ആണ്, വൈൻ്റെ പാരാമീറ്റർ 2 ആണ്.
അങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് പോയ്സോൺ റാൻഡം വേരിയബിൾസ്. നമുക്ക് അറിയേണ്ടത് എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷനാണ്, അതിനെക്കുറിച്ചുള്ളൊരു പ്രോബബിലിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എക്സും പോയ്സോണാണ്, വൈയും പോയ്സോണാണ് വിത്ത് പാരാമീറ്റർ 3 and 2 റെസ്പെക്റ്റീവ്ലി. Then what is the distribution of x plus y? X plus y is also a Poisson random variable with parameter 2 plus 3. അതായത് എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ 5. അതിനാണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈൻ്റെ പി എം എഫ് എന്താണ്? ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സേ സെഡ് എന്ന് കൊടുക്കാം നമുക്ക്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു -5 raised to z divided by z factorial എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഈ z എടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2? ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു -5 raised to 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് നമുക്ക് പറയാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു -5 നമുക്ക് എന്താണ് നോക്കാം. അപ്പോൾ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇ റേസ് ടു -mൻ്റെ വാല്യൂ വരുന്ന ടേബിളാണ് നോക്കുന്നത്. അതിൽ m 5 ആകുമ്പോൾ ഉള്ള വാല്യൂ 0.0067 എന്നുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. therefore this is equal to 0.0067 into 5 square, that is 25 divided by 2 factorial is 2. ഇതിനാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. and the answer is equal to 0.083. ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ PDF of an exponential random variable with mean 0.2. അപ്പോൾ നമുക്കൊരു എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിളിൻ്റെ PDF ആണ് നമുക്ക് എഴുതേണ്ടത്. ഫോർ ആൻ എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ തീറ്റ ആണെങ്കിൽ അതിൻ്റെ PDF f of x is equal to തീറ്റ ഇ റേസ് ടു -തീറ്റ എക്സ് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക, വേർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മീനാണ്. ഒരു എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് പാരാമീറ്റർ തീറ്റയാണെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു 1/തീറ്റ. അപ്പോൾ ഇവിടെ 1/തീറ്റ എന്ന് പറയുന്നത് 0.2 എന്ന് തന്നിട്ടുണ്ട്. therefore what is theta? Theta is equal to 1 divided by 0.2 which is equal to 5. അപ്പോൾ തീറ്റ 5 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. therefore the PDF of the exponential distribution is f of x is equal to 5 e raised to -5x where x is greater than 0. Next question, obtain probability of modulus of x minus 5 less than 3 where x follows a normal distribution with mean mu and sigma 3 square. sigma square വന്നവിടെയാണ് 3 square എന്ന് പറയുന്നത് n5 3 square എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് 5ഉം സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയറുമാണ്. ദിസ് ഇസ് സിഗ്മ സ്ക്വയർ ആൻഡ് ദിസ് ഇസ് മ്യൂ. അപ്പോൾ നമ്മൾ സാധാരണ എൻ മ്യൂ സിഗ്മ എന്നുള്ള ഫോമിൽ എഴുതുകയാണെന്ന് വെച്ചാൽ സിഗ്മ വിൽ ബി ഈക്വൽ ടു 3. സിഗ്മ 3 ആണ്. അപ്പോൾ എക്സ് ഒരു നോർമൽ വിത്ത് പാരാമീറ്റർ 5 and 3 എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു അറിയുന്നൊരു കാര്യം നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട്, ഇഫ് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മ, then z ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ വിൽ ബി എക്സ് മൈനസ് ഇറ്റ്സ് മീൻ മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ദിസ് വിൽ ഫോളോ n01 എന്ന് നമുക്കറിയാം. അപ്പം നമ്മളിവിടെ ഒരു നോർമൽ റാൻഡം വേരിയബിൾ കിട്ടിയപ്പോൾ ഉടനെ തന്നെ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കുകയാണ്. കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ ഇസ് എക്സ് മൈനസ് ഇറ്റ്സ് മീൻ 5 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3. ദിസ് ഫോളോസ് n01. ദിസ് ഇസ് ദി കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പോൾ ഇത് നമുക്കറിയാം. ഇനി നമുക്ക് റിക്വയർഡ് പ്രോബബിലിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് ഈ മോഡുലസിനെ മാറ്റാം. മോഡുലസ് മാറ്റിയിട്ട് ഇതിനെ എങ്ങനെ എഴുതുക? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് -3 ലെസ് ദാൻ എക്സ് മൈനസ് 5
ലെസ് ദാൻ 3. ഇങ്ങനെയാണ് നമ്മൾ മോഡുലസ് മാറ്റിയിട്ട് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മളിനി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോവുകയാണ്. അതായത് x-5 വരെ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിവിടെയുള്ള x-5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്റ്റാൻഡേർഡ് നോർമൽ ആവും. പക്ഷേ അതിനെ മാത്രം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള നമ്പേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പ്രോബബിലിറ്റി ഓഫ് -3/3 ലെസ് ദാൻ x-5/3 ലെസ് ദാൻ 3/3. എല്ലാ ടേമുകളെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ, നമുക്കറിയാം x-5/3 എന്ന് പറയുന്നത് z ആണ് അല്ലേ, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ z ആണ്, ലെസ് ദാൻ. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരയ്ക്കുകയാണ്. സ്റ്റാൻഡേർഡ് നോർമൽ കേർവാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. അപ്പോൾ z ഈക്വൽ ടു 0-നത് സിമെട്രിക് ആയിരിക്കും. ഇവിടെ -∞, ഇവിടെ +∞. ഇവിടെ z-ൻ്റെ വാല്യൂ -1-ൻ്റെയും +1-ൻ്റെ ഇടയിലുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് z-ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ആൻഡ് +1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. അത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് റൈറ്റ് സൈഡിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതവിടെ ഇത് മുതൽ -1 മുതൽ നമ്മൾ +1 വരെയുള്ള ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഈ ഏരിയയുടെയാണ്. -1 മുതൽ +1 വരെയുള്ള ഏരിയയുടെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കുമ്പോൾ നമുക്ക് 0 മുതലുള്ള ഏരിയകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ ഏരിയനെ 2 ഏരിയകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് -1 മുതൽ 0 വരെയുള്ള ഈ ഏരിയ അല്ലേ, ഈ ഏരിയയും അതിൻ്റെ കൂടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? 0 മുതൽ +1 വരെയുള്ള ഈ ഏരിയ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം വേണ്ടത് -1 മുതൽ 0 വരെയുള്ള ഏരിയ. അതിനെങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ z ലെസ് ദാൻ 0. അതാണ് ആ ഏരിയ. പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ 0 മുതൽ 1 വരെയുള്ള ഏരിയ ആണ് വേണ്ടത്. അതിനെ നമ്മൾ പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 എന്ന് നമുക്ക് എഴുതും. അപ്പോൾ നമുക്ക് ടേബിൾസിൽ നോക്കേണ്ടത് z-ൻ്റെ വാല്യൂ 1 വരുന്ന കേസാണ്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ നോക്കേണ്ടത് എന്താണ്? z-ൻ്റെ വാല്യൂ 1 വരെ, 0 മുതൽ 1 വരെയുള്ള ഏരിയയാണ്. അതായത് z is equal to 1 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ടേബിൾസിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് എടുത്തു. അതിൽ z is equal to 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.3413 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ ആണ് എടുക്കുന്നത്, 0.3413. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ കിട്ടിയിരിക്കുന്നത് 0.3413. അത് തന്നെയാണ് 0 മുതൽ 1 വരെ 0.3413 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6826. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് വൺ ഓഫ് ദ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് Chebyshev's inequality. Strength of Chebyshev's inequality. Chebyshev's inequality gives upper bound to the probability of a random variable to differ from its mean by more than t times the standard deviation. ഇതാണ് അതിൻ്റെ സ്ട്രെങ്ത്. വീക്ക്നെസ് നോക്കാം. വീക്ക്നെസ് ഓഫ് Chebyshev's inequality, when t is less than 1, the upper bound suggested by the Chebyshev's inequality will be greater than 1. Since probability of any event is always less than or equal to 1, this upper bound is of no use. When t is greater than 1, in most of the cases, the upper bound suggested by the inequality is much above the actual probability. Another question, define convergence in distribution.
Let sequence xn be a sequence of random variables with respective distribution functions fn of x, and let x be a random variable with distribution function f or f of x. Then it is said that the sequence of random variables, sequence xn for n greater than 1, converge in distribution to the random variable x as n tends to infinity if fn of x tends to f of x as n tends to infinity, and is denoted as xn tends to x in distribution. Next question. State weak law of large numbers. Let sequence xn be a sequence of independent random variables with expectation of xi is equal to mu and variance of xi is equal to sigma square, I is equal to 1, 2, 3, etc. Define xn bar is equal to summation xi by n. Then for any epsilon greater than 0, however small, probability of modulus of xn bar minus mu greater than epsilon tends to 0 as n tends to infinity. Next question is, define census and sampling. If data is collected from each and every unit of the population, then it is called complete enumeration survey or census. If data is collected from a part of the population, that is sample, then it is called sample survey or sampling. Question നോക്കാം. A box contains 4 black balls and 6 white balls. 2 balls are taken at random one by one. What is the probability that all balls taken are white? If the balls are taken without replacement, on second question with replacement. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്, 6 വൈറ്റ് ബോൾസും ഉണ്ട്. അതായത് ടോട്ടൽ 10 ബോൾസ് ഉള്ള ഒരു ബാഗാണ് അല്ലെങ്കിൽ ബോക്സാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ ബോളുകളാണ് സെലക്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ബോൾ എടുത്തു, പിന്നെ അതിന് ശേഷം മറ്റൊരു ബോൾ എടുത്തു. ഇതാണ് നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് all the balls taken are white if they are taken without replacement. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ബോളുകൾ ഒന്നിന് ശേഷം ഒന്നായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ആദ്യം എടുത്ത ബോളിനെ രണ്ടാമത് നമ്മൾ ബോക്സിലേക്ക് ഇടാതെയാണ് രണ്ടാമത്തെ ബോൾ എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 വൈറ്റ് ബോൾസ് 1 by 1 ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിനെ ഞാൻ WR എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ 2 വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബോൾ എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ 4 ബ്ലാക്കും 6 വൈറ്റും ടോട്ടൽ 10 ബോളുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ബോൾ എടുക്കുമ്പോൾ എൻ്റെ പ്രോബബിലിറ്റി വിൽ ബി ഫേവറബിൾ കേസസ് 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 10. ആൻഡ് സെക്കൻഡ് ബോൾ എടുക്കുമ്പോൾ സെക്കൻഡ് ബോൾ എടുക്കുമ്പോൾ നമ്മളിതിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ബോളിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ബോൾ എടുക്കുമ്പം എൻ്റെ ബാഗിൽ 4 ബ്ലാക്ക് ഉണ്ട്, ഞാനൊരു വൈറ്റ് ബോളിനെയാണ് എടുത്തത്. അപ്പോൾ ഒരു വൈറ്റ് ബോളിൻ്റെ എണ്ണം എത്രയായി? 5 എണ്ണം. അപ്പം 9 ബോളുകളെ സെക്കൻഡ് ചാൻസിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാഗിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ രണ്ടാമതായിട്ട് ഒരു വൈറ്റ് ബോൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രോബബിലിറ്റി ഫേവറബിൾ കേസ് 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് 9. അപ്പോൾ 6 by 10 into 5 by 9 ആണ് വരുന്നത്. ദറ്റ് ഈസ് 30 by 90 and the answer is 0.33. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ 2 വൈറ്റ് ബോളുകളാണ് എടുക്കുന്നത് വിത്ത് റീപ്ലേസ്മെൻറ്റ്. അതായത് ആദ്യത്തെ ബോൾ എടുക്കുന്നു, അതിനെ വീണ്ടും ബാഗിലേക്ക് തന്നെ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ബോൾ കിട്ടുമ്പോൾ പ്രോബബിലിറ്റി വിൽ ബി 6 by 10. ആൻഡ് ഇതിന് ശേഷം ആ ബോളിനെ തിരിച്ച് ഈ ബാഗിലേക്ക് തന്നെ ഇടുന്നു. അപ്പോൾ ബാഗിലുള്ള ബോളുകളുടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല. ഇപ്പോഴും രണ്ടാമത്തെ ബോൾ എടുക്കാൻ പോകുമ്പോഴും അവിടെ 6 വൈറ്റ് ബോളുണ്ട്. അപ്പം പ്രോബബിലിറ്റി വിൽ ബി അഗെയിൻ 6 by 10. ദിസ് ഈസ് ഈക്വൽ ടു 36 by 100 and the probability is equal to 0.36. Next question, find the probability that the variance of a sample of size 12
taken from a normal population with mean 10 and variance 9 is greater than 10.28. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10.28 ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിളിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, n is equal to 12. പിന്നെ തന്നിരിക്കുന്നത് ഇതെടുത്തിരിക്കുന്ന പോപ്പുലേഷൻ നോർമൽ പോപ്പുലേഷനാണ് വിത്ത് മീൻ mu is equal to 10 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ is equal to 9. ഇത്ര കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഇങ്ങനെയുള്ളൊരു പോപ്പുലേഷനിൽ നോർമൽ പോപ്പുലേഷൻ നമ്മളൊരു സ്മോൾ സാമ്പിളാണ് സെലക്ട് ചെയ്തതെങ്കിൽ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n minus 1 degrees of freedom. അതായത് എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിളാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ വിച്ച് ഇസ് എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഇവിടെ n 12 ആണ്. അപ്പോൾ 12 minus 1 11 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് പോവാം. അപ്പോൾ പ്രോബബിലിറ്റിയിൽ എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 10.28 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ആയിരുന്നുവെങ്കിൽ അതൊരു കൈ സ്ക്വയർ റാൻഡം വേരിയബിളാണ്. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് രണ്ട് സൈഡും n ബൈ സിഗ്മ സ്ക്വയർ കൊണ്ട്. സോ ദാറ്റ് ദിസ് വിൽ ബിക്കം എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ വിച്ച് ഇസ് എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ. അപ്പോൾ ദിസ് ഇസ് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ n by sigma square. So the probability will become probability of n by sigma square s square greater than n by sigma square into 10.28. That is equal to probability of ns square by sigma square is our chi-square random variable. നമ്മൾ chi-square ആണ്. That is greater than ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം n is 12 into 10.28 divided by 9. That is equal to probability of chi-square greater than 13.70 എന്നാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി കാണുന്നത് നമ്മൾ chi-square ടേബിൾസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ കൈ സ്ക്വയർ ടേബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കൈ സ്ക്വയർ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആൽഫയും നോക്കിയിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കാണുന്നത് പ്രോബബിലിറ്റി ദാറ്റ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഇവിടെ നമ്മൾ കാണുന്നത് കൈ സ്ക്വയർ ആൽഫ. ഈ വാല്യൂസാണ് നമ്മൾ ടേബിൾ നോക്കിയിട്ട് കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ n ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ടേബിൾ നോക്കുന്നു ആൻഡ് ആൽഫ എന്ന് പറയുന്ന പ്രോബബിലിറ്റിയിലും വെച്ചിട്ട് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കൈ സ്ക്വയർ ഗ്രേറ്റർ ആയിട്ട് വരുന്ന കൈ സ്ക്വയർ ആൽഫയുടെ വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ അല്ലേ, പിന്നെ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കൈ സ്ക്വയർ ആൽഫയുടെ വാല്യൂ ആണ് നമ്മൾ സാധാരണ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ദാറ്റ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഇവിടെ നമുക്ക് കൈ സ്ക്വയർ ആൽഫയുടെ സ്ഥാനത്ത് 13.70 എന്ന് പറയുന്ന വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൽഫയുടെ വാല്യൂ, ഈ ആൽഫയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ കേസിൽ 11 ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. 11 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഞാൻ ഏത് ആൽഫ വരുമ്പോഴാണ് 13.70 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ വരിക എന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നോക്കാൻ പോകുന്നത് ഇതവിടെ 11 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ ടേബിളിൽ നോക്കുകയാണ്. ടേബിളിൽ നോക്കുമ്പം 13.7 എന്ന് പറയുന്ന ഒരു കൈ സ്ക്വയർ ആൽഫ വന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ആൽഫയുടെ വാല്യൂ 0.25 ആണ്. സോ ദിസ് പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു 0.25 എന്ന് നമുക്ക് പറയാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് പ്രോബബിലിറ്റി ഇസ് 0.25. Next question. If x and y are independent standard normal random variables, identify the probability distribution of x square and x square plus y square. ഇവിടെ എക്സും വൈയും
standard normal random variables ആണ്. That is x follows n01 and y follows n01. They are also independent. അവർ ഇൻഡിപെൻഡൻറ്റ് കൂടിയാണ്. അപ്പോൾ എക്സ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എക്സ് സ്ക്വയർ, ദറ്റ് ഈസ് എ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ വിൽ ഫോളോ എ chi-square distribution with 1 degree of freedom. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ. എക്സ് സ്ക്വയർ ഇസ് chi-square 1. പിന്നെ അതേപോലെ നമുക്ക് പറയാം വൈ സ്ക്വയറും ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അതിൻ്റെ സ്ക്വയറും chi-square distribution with 1 degree of freedom തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് chi-square 1 and y square is chi-square 1 and also they are independent. അപ്പോൾ സം ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് chi-square റാൻഡം വേരിയബിൾസ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇതും ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് 1 + 1, ദറ്റ് ഈസ് 2 degrees of freedom by additive property of chi-square distribution. Next question. Define T distribution. Let T be a continuous random variable assuming values in the range -infinity and +infinity, and if PDF of T is given by f of T is equal to 1/√n beta half comma n/2 into 1 plus t square by n whole raised to minus of n plus 1/2, comma minus infinity less than t less than plus infinity, then t is said to follow a student's T distribution with n degrees of freedom.